ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു വെള്ളയപ്പാണ് ഇത്. ഇൻസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഒരു 3 മണിക്കൂറിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പാണ്. സാധാരണ നമ്മൾ കഴുകി അരി കുതിർക്കാനിട്ട് പിന്നെ അത് അരച്ച് അങ്ങനെയൊക്കെയാണ് വെള്ളയപ്പം ഉണ്ടാക്കാറ്. എന്നാൽ നിങ്ങളൊരു പ്രാവശ്യം ഇനി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഇതിന് വേണ്ടി കപ്പി കാച്ചോ അല്ലെങ്കിൽ ചോറ് അരച്ച് ചേർക്കോ അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ പാലപ്പമാണ്, വെള്ളയപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ എല്ലാ ചേരുവകളും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചേർക്കുന്നത് 2 കപ്പോളമുള്ള അരിപ്പൊടിയാണ്. ഇത് അരിപ്പൊടി വറുക്കാത്ത അരിപ്പൊടിയാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ പാക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടി അങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പോളമുള്ള ചെരുവിയ തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ചെറുകിയ തേങ്ങ എടുക്കാൻ നോക്കുക, അതിനാണ് കൂടുതൽ സ്വാദ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് ഈസ്റ്റാണ്. അതൊരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ചേർക്കണം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി 1 ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് ആ ഒരു അപ്പത്തിൻ്റെ ഒക്കെ മാവ് കലക്കി വരുമ്പോഴത്തെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. അപ്പം ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പോളം തന്നെയുള്ള അതേ കപ്പിൽ 2 കപ്പോളമുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ നിങ്ങൾ അടിച്ചെടുക്കുന്ന സമയത്ത്, കാരണം ഓരോ അരിപ്പൊടിക്കും ഓരോ കൂടുതൽ വെള്ളം കുറവ് വെള്ളം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് 2 കപ്പ് കറക്റ്റായിരുന്നു. നിങ്ങൾക്ക് ഇനി അതിനേക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതാ ഞാനിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ ഒരു അപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാണ്. നല്ലതുപോലെ തന്നെ നല്ല സാധാരണ നമ്മൾ അരിയൊക്കെ അരച്ചുണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ അതേ പെർഫെക്ഷനോട് കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു ശനി ഞായറൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെക്കുകയോ പൊങ്ങാൻ വെക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ഒരു 3 മണിക്കൂറിനകത്ത് നമുക്ക് ഈ മാവ് പൊന്തി വരും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒരു വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു 5 മണിക്ക് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ആക്കി അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 8 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് പുളിച്ച് പൊങ്ങാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ആ മിക്സിയിൽ ഒരു 1/2 കപ്പോളമുള്ള വെള്ളം ഒന്ന് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 3 മണിക്കൂറോളം നമുക്കൊന്ന് മാറ്റി വെക്കുന്നു. അതിപ്പോൾ ചിലപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ എടുക്കുന്നത്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും പോലും എടുക്കത്തില്ല, കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് പൊങ്ങി വരും. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ 3 മണിക്കൂർ കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കാൻ നമ്മുടെ മാവൊക്കെ അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും പുളിച്ചൊക്കെ വന്നിട്ടുണ്ട് മാവ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേറെ ഒരു കാര്യം ചെയ്യാനില്ല. നമുക്ക് നേരിട്ട് ഇതിന് അപ്പം ആയിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് ഈസ്റ്റ് ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, ചിലവർക്ക് അത് അലർജിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് ഉഴുന്ന് ചേർത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കത് ചെയ്യാം, അതിൻ്റെ ഒരു റെസിപ്പി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഉഴുന്നും അതിനൊന്നും സമയം െന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ മാവ് അരച്ച് വെച്ചിട്ട് അതിനകത്ത് ബേക്കിംഗ് സോഡ ഒരു 1-2 നുള്ളു ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നമുക്കിതുപോലെ അപ്പം ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ മാവ് പൊന്തി വരുമ്പോൾ ചിലപ്പോൾ നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ച് ആറിയ പശുമ്പാൽ ചേർക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ ഇത് 3 ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചേർത്ത് ഇതൊന്ന് ആ ഒരു അപ്പത്തിൻ്റെ ഒരു മാവിൻ്റെ കണക്ക് നമുക്ക് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ കറക്റ്റാണ്. ഞാൻ ഇനിയിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇവിടെ കുറച്ചൊന്ന് തിക്കായിട്ട് ഇരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നടുവ് ഒത്തിരി അങ്ങ് പൊങ്ങി ഒത്തിരി നമ്മൾ നടുവിൽ ഒഴിക്കും, അതിന് ചുറ്റോളം നമ്മൾ വളരെ തിന്നായിട്ട് എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അപ്പച്ചട്ടി ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ചുട്ടെടുത്തിട്ട് വരാം.
ഇതാ നമ്മുടെ അപ്പത്തിൻ്റെ ചട്ടിയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി സാധാരണ ഒഴിച്ച് അപ്പം എങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു തവിയാണ് എടുക്കുന്നത്. ഒരു തവി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാ ഞാനൊന്ന് തുറന്ന് നോക്കുവാണ്. ഇതാ നമ്മുടെ അപ്പം റെഡിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. നമുക്ക് ജോലിയുള്ള വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുവാണ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ സ്റ്റ്യൂവിൻ്റെ കൂടെ ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് വളരെ സോഫ്റ്റുമാണ്. കണ്ടോ, ഞാനിപ്പോൾ 2 വിരൽ വെച്ചിട്ടാണ് ഇതൊന്ന് പെട്ടെന്നൊന്ന് മുറിക്കുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് മുറിഞ്ഞു പോരുന്നത്. ഇതിനകത്ത് നമ്മൾ ചോറ് അരച്ച് ചേർക്കും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.